കോൺഗ്രസ് വിചാരിച്ചാൽ BJP അല്ല അങ്ങ് കൊടിമൂത്തവരെയും നിർത്തിപ്പൊരിക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ്. രാജസ്ഥാൻ ഭരിക്കുന്ന BJP സർക്കാരിന്റെ സഭയെ മുൾമുനയിൽ നിർത്തുന്ന കോൺഗ്രസിനെയാണ് കാണാൻ കഴിഞ്ഞത്. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്കെതിരായ മന്ത്രി നടത്തിയ പരാമർശത്തിനെതിരെ 6 MLA-മാരെ സസ്പെൻഡ് ചെയ്തതിനെതിരെയും വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ നിയമസഭയിൽ ധർണ നടത്തുന്ന കോൺഗ്രസ് അംഗങ്ങൾ ഇന്നും അത് തുടർന്നു. 13 മിനിറ്റ് നടപടികൾക്ക് ശേഷം സഭ ഉച്ചയ്ക്ക് 12 മണി വരെ നിർത്തിവെച്ചു. രാവിലെ 11 മണിക്ക് ചോദ്യോത്തര വേള ആരംഭിച്ച ഉടൻ തന്നെ കോൺഗ്രസ് MLA-മാർ മുദ്രാവാക്യം വിളിക്കുകയും സഭ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. എന്നിരുന്നാലും സ്പീക്കർ വാസുദേവ് ദേവ്നാനി ചില ചോദ്യങ്ങൾ ചോദിക്കുകയും നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. സസ്പെൻഡ് ചെയ്യപ്പെട്ട MLA-മാരോട് സഭയിൽ നിന്നും പുറത്തുപോകാൻ സ്പീക്കർ ആവശ്യപ്പെട്ടു എങ്കിലും അവർ സഭയിൽ തന്നെ തുടർന്നു. കോൺഗ്രസ് MLA-മാരുടെ പ്രതിഷേധം തുടർന്നതോടെ സ്പീക്കർ ഉച്ചയ്ക്ക് 12 മണി വരെ സഭാ നടപടികൾ നിർത്തിവെച്ചു. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്കെതിരായ BJP മന്ത്രി അവിനാഷ് ഗെഹ്ലോട്ട് നടത്തിയ പരാമർശത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ബഹളം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. വെള്ളിയാഴ്ചത്തെ ചോദ്യോത്തര വേളയിൽ ഗെഹ്ലോട്ട് പ്രതിപക്ഷത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, 2023-24 ബജറ്റിലും എല്ലായ്പ്പോഴും എന്നെപ്പോലെ നിങ്ങൾക്ക് പദ്ധതി നിങ്ങളുടെ ഡാഡി ഇന്ദിരാഗാന്ധിയുടെ പേരാണ് നൽകിയിരിക്കുന്നത്. ഈ പരാമർശം സഭയിൽ വലിയ ബഹളത്തിന് കാരണമായി. ഇത് PCC മേധാവി ഗോവിന്ദ് സിംഗ് ദത്തോസര, രാംകേഷ് മീണ, അമിൻ കക്സി, ജാക്കിർ ഹുസൈൻ, സഞ്ജയ് കുമാർ എന്നിവരുൾപ്പെടെ 6 കോൺഗ്രസ് MLA-മാരെ സസ്പെൻഡ് ചെയ്യുന്നതിൽ വരെ കാര്യങ്ങൾ എത്തിച്ചു. മന്ത്രി മാപ്പ് പറയണമെന്നും സസ്പെൻഷൻ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് MLA-മാർ സഭ പിരിഞ്ഞതിന് ശേഷം നിയമസഭയിൽ ധർണയും നടത്തി. കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പിന്നീട് ഒരു പ്രതിഷേധ പ്രകടനം നടത്തുവാനും നിയമസഭ തടഞ്ഞുവെക്കാനും പദ്ധതിയിട്ടു. കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തതിനു ശേഷം സഭയുടെ നടുത്തളത്തിൽ കിടന്നുറങ്ങുന്ന കോൺഗ്രസ് നേതാക്കളുടെ പ്രതിഷേധവും വൈറലായിരുന്നു.